പാർക്കുട്ടി വേണ്ട വേണ്ട, അവൾ നിന്നെക്കാട്ടി എത്ര വയസ്സിന് മൂത്തതാ? അതുകൊണ്ടല്ലേ ഞാൻ മൂത്ര ചേച്ചിയെ വിളിക്കുന്നേ. പാർക്കുട്ടി സോറി അമ്മേ, അവിടെ തന്നെ മുഖം കുറിപ്പിച്ചിട്ട് ഇങ്ങോട്ട് വാ മൂത്ര ചേച്ചി. സോറി മൂത്ര ചേച്ചി ഇങ്ങോട്ട് വാ. അമ്മേ എനിക്ക് ദേഷ്യം വരുന്നുണ്ടാ, ഞാൻ പോവാ. ഈ ലച്ചുസേ അവൾ കളിയാക്കുന്നതിനനുസരിച്ച് നീ ദേഷ്യം പിടിച്ചിട്ടാ അവൾ പിന്നെ പിന്നെ നിന്നെ കളിയാക്കുന്നേ. അല്ലെങ്കിൽ ചേച്ചി നാഗവല്ലി മുഖം കാണാൻ നല്ല ഭംഗിയാ. അല്ല അമ്മേ. ഈ പാർക്കുട്ടി വീട്ടിലേക്ക് വാ, കാണിച്ചു തരട്ടാ. നിന്ന് കിടന്നാലും നിനക്ക് എന്താ വേണമെന്ന് വെച്ച് വാങ്ങിക്കോ പെണ്ണേ. ഞങ്ങൾക്ക് കുറെ സാധനങ്ങൾ വാങ്ങിയിട്ട് ലച്ചുസേ. ഓളെ മോളൊക്കെ വാങ്ങാൻ നേരത്തെ എന്നെ ഒന്ന് വിളിച്ചുടായിരുന്നു സൈനുമാ. ഞാൻ നീരുവിനോട് ചോദിച്ചാടി ലച്ചുസ് എവിടെയെന്ന്. അപ്പൊ ഓളാ പറഞ്ഞത് കീർത്തിമോള് ഇജ്ജ് ഒന്നിച്ച് സാധനങ്ങൾ വാങ്ങിക്കോളൂന്ന്. അല്ല എന്നിട്ട് കീർത്തി എവിടെ മോളെ? അവിടൊക്കെ പൊരിഞ്ഞ വെയിലല്ലമ്മ, കുഞ്ഞാണെങ്കിൽ ഭയങ്കര കരച്ചില്. അപ്പൊ അവള് വാവനെ കൊണ്ട് കാറിലേക്ക് പോയിക്കുവാ AC ഇരിക്കാൻ വേണ്ടിട്ട്. എന്നെ വിളിച്ചു, പക്ഷെ ഞാൻ പോയില്ലമ്മ. അതെനിക്ക് അറിയാലോ പാർക്കുട്ടി, അതുകൊണ്ട് ഞാൻ കാറിലേക്ക് പോവാതിരുന്നേ. ലച്ചുസിന് ഇഷ്ടപ്പെട്ട വളിമാലൊക്കെ വാങ്ങിക്കോ ചേച്ചി. അടിപൊളി ട്രെൻഡിംഗ് ആയിട്ടുള്ള വളിമാലൊക്കെ ഒന്ന് കാണിക്കോ. ശരി മോളെ. എടി പാർക്കുട്ടി നിങ്ങൾ എന്തൊക്കെ വാങ്ങിയേ? വള വാങ്ങി, മാല വാങ്ങി, പൊട്ട് വാങ്ങി, ഹെയർ ക്ലിപ്പ് വാങ്ങി, പിന്നെ കമ്മൽ വാങ്ങി. അടിപൊളി. അപ്പൊ എനിക്ക് ഇതൊക്കെ വാങ്ങണം. നീ പെണ്ണെ പൊട്ടൊന്നും വാങ്ങണ്ട, അതൊക്കെ ഒരു പാക്കറ്റ് വാങ്ങിയതാ. നിങ്ങൾ വാങ്ങിയതൊക്കെ പഴയ ട്രെൻഡ് ആയിരിക്കും, എനിക്ക് പുതിയ ട്രെൻഡ് വേണമ്മ. തൽക്കാലം നമ്മുടെ മോളെ പഴയ ട്രെൻഡ് ഇട്ടാ മതി കേട്ടാ. ഈ കുരിപ്പ് നിന്നെ ഞാൻ ലച്ചു നാട് റോഡൊന്നും നോക്കുന്നില്ല, നല്ല പെട വെച്ചിട്ട് ഞാൻ. അല്ലെങ്കിൽ നമുക്ക് പാർക്കുട്ടിയോട് ഇഷ്ടം, എന്നെ ഒരു ഇഷ്ടമില്ല. അത് ചേച്ചി പറഞ്ഞ ശരിയാ, എന്നെ കൂടുതൽ ഇഷ്ടം ചേച്ചിനെ ഒട്ടും ഇഷ്ടമല്ലല്ലോ. പാർക്കുട്ടി ദേ സുലൈമാനല്ലേ ഓടി കളിച്ചു വരുന്നേ. പാർക്കുട്ടി എന്താണ് ചേട്ടാ എന്തെങ്കിലും ഓടി കളിച്ചു വന്നിക്കണേ? എന്താ സുലൈമാനെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓന്റെ സ്വഭാവം കൊണ്ടേ ഓനാരെങ്കിലും എടുത്തിട്ട് അടിച്ചിട്ടോ, അതാണ് ഓടി കളിച്ചു വരുന്നേ. എന്താണ് സുലൈമാനെ നിനക്ക് പറ്റിയേ? വരെ പട്ടി ഓടിച്ചോ? പട്ടി ഓനെ കണ്ടിട്ട് ഓടിച്ചിട്ടാകും. പാർക്കുട്ടി ഒന്നും മിണ്ടായിരുന്നേ. സുലൈമാൻ പറ എന്താ കാര്യം? അത് പിന്നെ ഒരു കുഴപ്പമില്ല മുത്തശ്ശിയില്ലേ, സിവേച്ചിനെ പാർക്കുട്ടിനെ പൊടിമോളിലൊക്കെ വിളിക്കണ്ടേ ഐസ്ക്രീം വാങ്ങി തരാനേ. ആ ഐസ്ക്രീം കാരനോട് പിടിച്ചിരിക്കണേ, ഓരോട് വേഗം വരാൻ പറഞ്ഞിക്കണേ. അമ്മ ഞങ്ങൾ പോട്ടെ, അല്ലെങ്കിൽ ഐസ്ക്രീം വാങ്ങിച്ച് വെള്ളമുള്ളൂ. അമ്മ എന്നാ ഞാൻ പോട്ടെ. നീ ആ ചേച്ചിയോട് വളിമാലൊക്കെ എടുക്കാൻ പറഞ്ഞതല്ലേ, അത് നോക്കിട്ട് പോയാൽ മതി പെണ്ണേ. പാർക്കുട്ടി വാടി, നല്ല തിരക്കൊക്കെ ഉള്ളതാ, നോക്കി നടക്കണം മക്കളെ. ശരി അമ്മ. മോളെ ഇതെങ്ങനെ നോക്കിക്കേ. എടി പാർക്കുട്ടി ഐസ്ക്രീം തിന്നാനല്ലേ നമ്മൾ വിളിച്ചത്, പിന്നെ എന്തിനാ കാക്ക വിളിച്ചേ? ഒരു പ്രശ്നം ഉണ്ടാവുന്ന കുട്ടിയെ. പ്രശ്നോ? എന്ത് പ്രശ്നം? ഇവിടെ നിന്ന് പറഞ്ഞാലേ നീലമ്മയും ഉസമയും സൈനുമൊക്കെ കേൾക്കുള്ളൂ. വാ നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം. അത്രയ്ക്ക് വലിയ പ്രശ്നമാണോ? നടക്ക് പെണ്ണുങ്ങളെ. ഹലോ മോളെ. യെസ് മമ്മി. നിങ്ങൾ 3 പേരെ ആ തുമ്പി മോളെ ഫോളോ ചെയ്യേ. അതെന്തിനാ മമ്മി? അവള് കരഞ്ഞും കൊണ്ട് ആരെ കാണാൻ പോയതെന്ന് നമുക്കറിയാലോ. ഓക്കെ മമ്മി. വേഗം ചെല്ലു മോളെ. ആ തുമ്പി മോൾ ആരെ കണ്ടു, അവൾ എന്ത് സംസാരിച്ചു, എന്താ അവളുടെ പ്ലാൻ, എല്ലാം എനിക്ക് അപ്പപ്പോ വിവരങ്ങൾ കിട്ടണം കേട്ടോ. ഷുവർ മമ്മി. ജൂലി കം ഓൺ ലെറ്റ്സ് ഗോ. എടി പാർക്കുട്ടി ഒന്ന് വേഗം നടക്ക്. എടാ സുലൈമാൻ എന്താ പ്രശ്നം എന്ന് പറ. എല്ലാരും ഒന്ന് വേഗം പോ. തുമ്പിമോളെ നീ എന്തിനാ കരയുന്നേ? പാർക്കുട്ടി ഇതെന്നടി പ്രശ്നം? തുമ്പിമോൾ കഞ്ഞങ്ങോട്ട് ഇങ്ങോട്ട് വന്ന് എന്താ കാര്യം ചോദിച്ചിട്ട് പറയണില്ലേ? എടാ സുലൈമാൻ നീ ഒന്ന് മാറിക്ക്, ഞാൻ ഒന്ന് ചോദിച്ചോക്കട്ടെ. തുമ്പിമോളെ നീ എന്തിനാ കരയുന്നെന്ന് പറ. ഞങ്ങൾ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ, പറ തുമ്പിമോളെ. പാർക്കുട്ടി തുമ്പിമോൾ കരയല്ലേ, തുമ്പിമോൾ പറഞ്ഞ് ഞങ്ങൾക്ക് സങ്കടം വരും. തുമ്പിമോളെ നീ എന്തിനാ കരയുന്നെന്ന് പറ. ശിവേച്ചി തമരച്ചിയുടെ കല്യാണം നടത്താൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞങ്ങളുടെ വീട് പണയം വെച്ചിട്ടാ അത് ജിലേബിക്കാട് വിട്ടേ. അതല്ല ആൾക്കാർക്ക് നല്ല ഫുഡ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അമ്മ തമരച്ചി രാത്രി ഒന്നും ഉറങ്ങാതെ സ്വന്തം കൈകൊണ്ട് നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ ജിലേബി 100 രൂപയല്ല. അതെല്ലാം ഞങ്ങൾക്കും അറിയാലോ തുമ്പിമോളെ. പിന്നെന്താ സംഭവിച്ചു തുമ്പിമോളെ? പറയാമോ കുട്ടി, നമ്മളെല്ലാരും കൂടെ ചേർന്നിട്ട് കട നല്ലൊരു സ്ഥലത്ത് സെറ്റ് ചെയ്തില്ലേ. അതിനുശേഷം ഒരുപാട് ആൾക്കാർ നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ കടയിലേക്ക് വന്നിട്ട് ഒരുപാട് കാശ് കിട്ടി. അച്ഛനും അമ്മക്കും തമരച്ചിക്ക് എനിക്ക് എന്ത് സന്തോഷമായിട്ടോ. പക്ഷെ ആ സന്തോഷം കുറെ നേരം ഉണ്ടായില്ല പാറുകുട്ടി. എടി കല്ലു, തുമ്പിമോൾ പാറുകുട്ടിയുടെ ഗ്യാങ്ങിന്റെ അടുത്തേക്ക് വന്നേക്കുന്നേ. കല്ലു നീ നോക്കിക്കോ, നമ്മുടെ പ്ലാൻ മൊത്തം പൊളിയും. സോറി കല്ലു. ഐ ആം ഷുവർ ഈ പണിയിലെ പാറുകുട്ടിക്കെന്നല്ല ഒരാൾക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. ഈ പീക്കിരി പാറുകുട്ടി അവിടെ പോയി എല്ലാം ചെയ്യാനാ. ഒന്നും ചെയ്യത്തില്ല ഗൈസ്. എടി കല്ലു നീ പാറുകുട്ടിനെ അങ്ങനെ പീക്കിരി കൊച്ചിനൊന്നും പറഞ്ഞ് തള്ളി കളയണ്ട. അവളൊരു സൂത്രശാലിയാ, അത് നിനക്ക് അറിയത്തില്ല കല്ലു. അവളുടെ ഒരു സൂത്രവും ഇവിടെ നടക്കത്തില്ല ജൂലി, ഈ കല്ലുവാ പറയുന്നേ. എന്തായാലും അവരെന്താ പ്ലാൻ ചെയ്തെന്ന് നമുക്ക് നോക്കാം. തുമ്പിമോളെ ഞങ്ങൾ പോന്നതിന് ശേഷം അവിടെ എന്താ സംഭവിച്ചേ? സൂസുമേടെ കല്ല് എന്തെങ്കിലും പറഞ്ഞോ? സൂസുമേടെ കല്ല് എല്ലാം പ്രശ്നം ഉണ്ടാക്കിയേ വേറൊരാളാ. അതാരാ തുമ്പിമോളെ? ഒരു പൊട്ടത്തലയിലാ, അയാൾ ആരാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല പാറുകുട്ടി. ഞങ്ങളുടെ കടയുടെ തൊട്ടടുത്തന്നെ അയാളൊരു കട ഇട്ടു. എന്നിട്ട് ആദ്യം അയാൾ കട തുടങ്ങിയപ്പോ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലെന്ന് ഞങ്ങളുടെ കടയിലേക്ക് ആൾക്കാർ വന്നിരുന്നു. പക്ഷെ അയാൾ
പാർക്കുട്ടിയെ എനിക്ക് നല്ല സംശയമുണ്ട്. ഇതിൽ എന്തോ ഒരു ചതിണ്ടടി. ആ മൊട്ടത്തലേനെ ഇനി ഇവരോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടാവോ? അതിന് പൊടിമോളെ തുമ്പിമോൾക്ക് താമരച്ചിട്ട് ചാനമുക്ക് അയാൾ അറിയത്തില്ലെന്നല്ലേ പറഞ്ഞേ? പിന്നെ എങ്ങനെ വൈരാഗ്യം ഉണ്ടാവാനാ? എനിക്ക് ഉറപ്പാ പാർക്കുട്ടി, ഇതിന്റെ പിന്നിൽ എന്തോ ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ട്. നമുക്കത് കണ്ടുപിടിച്ചേ പറ്റൂ. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ കരയിപ്പിച്ചത് ഏത് മൊട്ടത്തലയും കുട്ടപ്പനാണെങ്കിലും അവന്റെ കാര്യം പോക്കാ. എടി പാർക്കുട്ടി, അവനെ കൊണ്ട് നമുക്ക് നക്ഷത്രം എണീക്കണടി. എനിക്ക് കളിപ്പടങ്ങണില്ല സുലൈമാനെ. ആദ്യം മൊട്ടത്തലയും കുട്ടപ്പൻ ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓൻ എന്തിനാണ് നമ്മുടെ തുമ്പിമോളുടെ കുടുംബത്തിനോട് ഈ ചതി ചെയ്തതെന്ന് കണ്ടുപിടിക്കണം. അവന്റെ കാര്യം അവന്റെ മുട്ടുപൊക്കി അവനെ അവിടെ ഓടിപ്പിക്കണം. നമുക്കിനി സമയമില്ല പാർക്കുട്ടി, എത്രയും പെട്ടെന്ന് നമുക്ക് തുടങ്ങിയാലോ? ഞാൻ റെഡി. നമ്മൾ എപ്പോഴേ റെഡി. എടാ മൊട്ടത്തലയാ, അന്റെ കാര്യം പോക്കാടാ. ആ മൊട്ടപ്പനെ നമുക്ക് ഇടിച്ച് ഷൂപ്പാക്കണം. എനിക്ക് ജിലേബി മതി, എനിക്ക് തിന്നണം. പിങ്കുമോളെ അപ്പോൾ എനിക്ക് തിന്നണ വിചാരം മാത്രമേ ഉള്ളൂ. പാർച്ചേച്ചി അതിനാ മൊട്ടത്തലയെ നമ്മൾ ഓടിപ്പിക്കില്ലേ? പിന്നെ ജിലേബിയൊക്കെ വെന്തിരിക്കുമല്ലേ? അപ്പൊ ഞാൻ തിന്നാലോ എന്ന് വിചാരിച്ചു. പിങ്കുമോളെ ആദ്യം ഇതിലൊരു തീരുമാനം ഉണ്ടാക്കട്ടെ. എടി പാർക്കുട്ടി, അയാൾ എങ്ങനെ അവിടുന്ന് ഓടിപ്പിക്കുന്നേ? പറയാം ചേച്ചി. എടി കല്ലു, എനിക്ക് പേടിയൊന്നടി. ആ പാർക്കുട്ടിക്ക് എന്നെ രണ്ട് കേൾപ്പിച്ചിട്ടാ. ഒന്ന് മിണ്ടാതിരിക്ക് ജൂലി, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഓ മൈ ഗോഡ്, പാർക്കുട്ടി ഒരു കാര്യത്തിൽ ഇറങ്ങിയ അത് സക്സസ് ആയിട്ടുള്ളൂ. പാർക്കുട്ടി, എന്നെ നമുക്ക് വിട്ടാലോ? റെഡി 1 2 3 ലെറ്റ്സ് ഗോ. തുമ്പിമോളെ വിഷമിക്കണട്ടോ, ഞങ്ങളില്ലേ നിന്റെ കൂടെ. ആ മൊട്ടത്തലയുടെ കാര്യം ഞങ്ങളേറ്റ് തുമ്പിമോളെ. അയാളെ കടയിക്ക് ആരും വരാതിരിക്കാനുള്ള ഒരു പണി ഞങ്ങൾ ഒപ്പിച്ചോളാമേ. ആർക്ക് നമ്മളെ വിശ്വാസമില്ലേ? ചിരിക്കടി തുമ്പിമോളെ. ചിരിക്കടി തുമ്പിമോളെ. തുമ്പിമോളെ ചിരിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വരത്തില്ലട്ടോ. സത്യമായിട്ടോ മൊട്ടത്തലയെ അവിടുന്ന് ഓടിപ്പിക്കോ? സത്യം സത്യം സത്യം. അയാളെ കടയിക്ക് ആരും വരത്തില്ല. അയാൾ അവിടുന്ന് ഓടിപ്പിക്കുക ചെയ്യും. അപ്പൊ ഞങ്ങളെ കടയിക്ക് കുറേ ആൾക്കാർ വരും പാർക്കുട്ടി. പിന്നല്ല, കുറേ ആൾക്കാർ വരും. ഐ വജോളി. എന്നെ വേഗം വാ പാർക്കുട്ടി, അയാളെ ഞാൻ കാണിച്ചു തരാം. സുലൈമാനെ, പൊടിമോളെ, പിങ്കുമോളെ എല്ലാവരും വേഗം വാ. ഇന്ന് മൊട്ടത്തലയുടെ കാര്യം ഗോവിന്ദ. എന്താ തുമ്പിമോളുടെ ഒരു സന്തോഷം? എടി കള്ളു, സുസുവാന്റെ കടയ്ക്ക് 80,000 രൂപയാണ് ചെലവാക്കി. അതെല്ലാം വെറുതെ ആകുമോ? നോ ജൂലി, ആ പാർക്കുട്ടിന്റെ ഒന്നും ചെറിയ പിള്ളേരല്ലേ, അവർക്ക് എങ്ങനെ കള്ളം പത്രോസിനെ അവിടെ ഓടിപ്പിക്കാൻ കഴിയും? പിന്നെ നമ്മുടെ കടയുടെ മുകളിൽ 5 രൂപ എന്നുള്ള ബോർഡ് ഉണ്ടല്ലോ, ആൾക്കാർ നമ്മുടെ കടയ്ക്ക് തന്നെ വരത്തുള്ളൂ. അപ്പൊ പാർക്കുട്ടിക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ കല്ലു? ഇപ്രാവശ്യം പാർക്കുട്ടി എന്തായാലും ചമ്മും, നോക്കിക്കോ. അവളുടെ ചമ്മി മുഖം കാണാനാ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നേ. വാടി ജൂലി, അവരെന്താ ചെയ്തെന്ന് നമുക്ക് പോയി നോക്കാം. ഞാനാ ഫസ്റ്റ് വന്നേ. അല്ല, ഞാനാ ഫസ്റ്റ് വന്നേ. ബഹളം വെക്കാതിരിക്കൂ, എല്ലാവർക്കും തരാനേ. എന്റെ പൊന്നു ചേട്ടാ, എന്തൊരു തിരക്കാ ഇത്. ഒന്ന് ശ്വാസം വിടാൻ പോലും സമയമില്ലല്ലോ. എടാ സണ്ണിക്കുട്ട, അത് തന്നെയല്ലേ നമുക്കും വേണ്ടേ? എടാ സുലൈമാനെ, തുമ്പിമോള് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലട്ടോ. എന്തൊരു തിരക്കാ അവിടെ, ആൾക്കാർ തിക്കിത്തിരക്കിയല്ലേ നിൽക്കുന്നേ. പാർക്കുട്ടി, അതാ ഞാൻ പറഞ്ഞ മൊട്ടത്തലയൻ. ആ സീതാൻ തിരിഞ്ഞിക്കണല്ല, മുഖം കാണാൻ പറ്റണില്ല. ജാനപടി താമരച്ചിട്ട് മുഖം കാണുമ്പോൾ സങ്കടം വരിക. ഒരാൾ പോലും തുമ്പിമോളുടെ കടയ്ക്ക് തിരിഞ്ഞു പോലും നോക്കുന്നില്ലല്ലോ. എല്ലാവരും മൊട്ടത്തലയുടെ കടയ്ക്ക് പോകുന്നേ. എടി പാർക്കുട്ടി, നമ്മളെന്താ ഇനി ചെയ്യണ്ടേ? ആദ്യം അയാളാണെന്ന് കണ്ടുപിടിക്കണ്ടേ? അവിടെ എനിക്ക് ഭയങ്കര തിരക്കാ. നമ്മൾ എങ്ങനെ തിക്കിത്തിരക്കി അങ്ങോട്ട് പോവാ? എന്നാലല്ലേ അയാളുടെ മുഖം ഒന്ന് കാണാൻ പറ്റുള്ളൂ. പാർക്കുട്ടിക്ക് അയാളുടെ മുഖം കാണണ്ടേ? അത് ഞാൻ കാണിച്ചു തരാം. എങ്ങനെ തുമ്പിമോളെ? അതൊക്കെ ഉണ്ട്, ഒരു മിനിറ്റ് ട്ടാ. ചേച്ചിമാരെ, നമ്മുടെ വീട്ടിൽ തന്നെ നാടൻ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ ശുദ്ധമായ പലഹാര. ഒരു മായം പോലും ചേർത്തിട്ടില്ല. ഇവിടുന്ന് വാങ്ങിക്കോളൂന്നേ, വില കുറച്ച് തരാം. ഇവിടെ വെറും 5 രൂപക്ക് കിട്ടുന്ന സാധനം എന്തിനാ 19 രൂപ കൊടുത്ത് ഞങ്ങൾ വെറുതെ വാങ്ങുന്നേ? ഞങ്ങൾക്ക് ഈ കടയത്തെ ജിലേബി നുറുക്ക് മതി. തന്റെ കടയത്തെ ജിലേബി നുറുക്ക് താൻ തന്നെ തിന്നോ. അമ്മ എന്തിനാ അങ്ങോട്ട് ചോദിക്കാൻ പോയേ? അതുകൊണ്ടല്ല അവര് വഴക്ക് പറഞ്ഞേ. ഞാനൊന്ന് യാചിച്ചാലേ ഒരാളെങ്കിലും വന്ന് നമ്മുടെ കടയിൽ നിന്ന് ജിലേബി നുറുക്കും വാങ്ങുന്നത് കരുതി മോളെ. നമ്മുടെ പലഹാരം ആവശ്യമുള്ളവരെ നമ്മുടെ കടയിലേക്ക് വരും. അമ്മ ഇങ്ങനെ ചോദിച്ച് നാണം കെടാൻ നിൽക്കണ്ട. ഇതൊന്നും കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മോളെ. ഇതൊക്കെ നിങ്ങളുടെ അച്ഛ അറിഞ്ഞാ നെഞ്ഞു പൊട്ടി പോവല്ലോ. നമ്മുടെ പലഹാരങ്ങൾ വിറ്റുപോയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ വീട് നമുക്ക് നഷ്ടപ്പെടില്ല മോളെ. അമ്മ സങ്കടപ്പെടല്ലേ, ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. അമ്മ, തുമ്പിമോളെ കരഞ്ഞ സമയം കളയല്ലേ. നീ എന്തെങ്കിലും കാണിച്ച് അയാളെ ഇങ്ങോട്ടൊന്ന് തിരിപ്പിക്ക്. അയാളുടെ മുഖം ഒന്ന് കാണാനാ. തുമ്പിമോളെ കരയല്ലേ, നീ കരഞ്ഞ പിന്നെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. നീ ചിരിച്ചു നിന്നാലേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. എനിക്ക് ഉറപ്പാ, എന്റെ ഫ്രണ്ട്സ് എന്റെ കൂടെ ഉള്ളിടത്തോളം കാലം എനിക്ക് ഒരു കുഴപ്പം വരത്തില്ല. പാർക്കുട്ടി, ആ മൊട്ടത്തലയിൽ ഒരു പാഠം പഠിപ്പിക്കണേ. ഒരു പാടല്ല, ഒരു 10 പാഠം ഞാൻ പഠിപ്പിക്കണേ തുമ്പിമോളെ. എന്നാ ഞാനിന്റെ പണി തുടങ്ങട്ടെ ട്ടോ. തുമ്പിമോളെ, ഈ നേരത്തെ നീ എങ്ങോട്ട് പോയേ? അതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞുതരാം ചേച്ചി. എടാ മൊട്ടത്തലയാ, ഒന്ന് മിണ്ടാതിരിടി. എടാ മൊട്ടത്തലയാ. കള്ളപ്പത്രോസോ? എടി പാർക്കുട്ടി, ഇന്റെ കണ്ണിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് അയാളല്ലേ ആ കള്ളപ്പത്രോസ്? അതെ സുലൈമാനെ. ഹൂ ഈസ് കള്ളപ്പത്രോസ്? അതൊക്കെ പിന്നെ പറഞ്ഞുതരാടി. നീ പീർ കൊച്ചെ, എന്നെയാണോ നീ മൊട്ടത്തലയാന്ന് വിളിച്ചേ? അതേടാ മൊട്ടത്തലയാ, നിന്നെ തന്നെ ഞാൻ മൊട്ടത്തലയെന്ന് വിളിച്ചേ. ദേ കൊച്ചെ, എന്നോട് വലിച്ചെടുക്കാനല്ലേ തൂക്കി കൊണ്ട് വലിച്ചെറിയും. എന്നോട് വിളിച്ചെടുക്കാനല്ലേ? നിന്റെ കാര്യം പോക്ക മോനെ. ആ കൊച്ചിനോട് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ടോ? നിനക്ക് എന്താ പറ്റി തുമ്പിമോളെ? ഒന്ന് മിണ്ടാതിരിക്ക്. ചേച്ചി ആരോടും പറയല്ലേ, നമ്മുടെ കാര്യം ഇനി പാർക്കുട്ടി ഫ്രണ്ട്സ് നോക്കിക്കോളും. അവർ കൊച്ചുങ്ങളല്ലേ തുമ്പിമോളെ, അവർ എന്ത് ചെയ്യാനാ? എന്റെ ഫ്രണ്ട്സിനെ ഞാനെന്നിട്ട് ജീവനാ. അവർ എനിക്ക് വേണ്ടി എന്ത് ചെയ്യും? താമരച്ച് നോക്കിക്കോ. എല്ലാരും വാ, ഒരു കാര്യമുണ്ട്. എന്ത് കാര്യം പാർക്കുട്ടി? അത് ഇവിടെ നിന്ന് പറഞ്ഞ് ശരിയാവില്ല. എല്ലാരും വാ.
ഞാൻ കുറെ നേരമായി ശ്രദ്ധിക്കുന്നു. എന്താ നിനക്ക് ഇത്തിരി ചിരി കൂടുതല്? എനിക്ക് ചിരി വന്നോട്ടെ. ഇത്രയും നേരം അങ്ങനെ അല്ലായിരുന്നല്ലോ. കരഞ്ഞുകൊണ്ടല്ലേ ഇവിടുന്ന് ഓടിയേ. ഇപ്പൊ എന്ത് പറ്റി? അതൊക്കെ മൊട്ടച്ചേട്ടനെ വഴിയെ മനസ്സിലാവുന്നേ. നിങ്ങളുടെ കൊച്ചിന് വട്ടായെന്ന് തോന്നുന്നേ. വെറുതെ ചിരിക്കണ കണ്ടില്ലേ? ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിൽ പോയി കാണിക്ക്. ആരെയാ മെന്റൽ ഹോസ്പിറ്റലിൽ പോയി കാണിക്കണമെന്ന് ഇപ്പൊ മനസ്സിലാവും ചേട്ടാ. പനി വരുന്നുണ്ട്. പത്രോസേട്ടാ, വേഗം ഈ സാധനങ്ങളൊക്കെ വിറ്റ് നമുക്ക് ഇവിടുന്ന് പോവാനേ. പൂരപ്പറമ്പിലെ നിറയെ പോലീസുകാരൊക്കെ ഉള്ളതാ. നീ പറഞ്ഞത് ശരിയാ. ചേച്ചി, ഇന്ന സാധനങ്ങള്. നെക്സ്റ്റ്. ചേച്ചി, എന്താ വേണ്ടേ? എല്ലാത്തിനും എടുത്ത മോനെ. ഓക്കെ ചേച്ചി.